ഇപ്പോൾ ഇവിടെ നല്ല സമ്മറാണ്. ഇപ്പോൾ സമയം 8 മണിയായി. നോക്കി നല്ല വെട്ടമുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു 8:30 വരെ നമുക്ക് 9 മണി വരെ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ കണ്ടല്ലോ കോവലിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളും എല്ലാ കമൻസുകളും ഒത്തിരി വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേര് ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾക്ക് തൈ തരുമോ എന്നൊക്കെ ചോദിച്ചു. എല്ലാവർക്കും തൈ കൊടുക്കാൻ ഞങ്ങൾക്കില്ല, ഉള്ളതൊക്കെ കൊടുത്തു. പിന്നെ ഇത് നമ്മളെ വിത്തിടുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഇത് പലരുടെയും ഒരു പരാതിയാണ്, വിത്ത് മുളയ്ക്കുന്നില്ല, വിത്ത് എങ്ങനെ മുളപ്പിക്കണം എന്നാണ് പലരും ചോദിക്കുന്നത്. അതിനൊരു മറുപടി ആയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഈ വർഷം നമ്മൾ കൃഷി തുടങ്ങുന്ന രീതി പുതിയ ഒരു ഐഡിയ പറഞ്ഞു തരികയാണ്. പലരും പറയുന്നു വിത്ത് കിളിക്കുന്നില്ല, നിലത്തിട്ടിട്ട് ഒന്ന് പയറുണ്ടോയെന്നോ അല്ലെങ്കിൽ വിത്തുണ്ടോയെന്നോ പോലും കാണുന്നില്ല, കിളിക്കുന്നില്ല, അങ്ങനെ ഭയങ്കര പരാതി പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ കണ്ട ഒരു വിദ്യ ഇതാണ്. നമ്മൾ ഇന്നിപ്പോൾ വിത്തെടുത്തിട്ട് നമ്മളതെടുത്ത് ചെറിയൊരു പാത്രത്തിലാക്കി വെള്ളത്തിലിട്ട് വെക്കുക. നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ വിത്തെല്ലാം പൊന്തിക്കിടക്കും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ, അരമണിക്കൂറിനുള്ളിൽ എല്ലാ വിത്തുകളും താഴെ പോകും, വെള്ളത്തിൽ താണു പോകും. പോകാത്ത വിത്തുണ്ടെങ്കിൽ അത് നമുക്ക് കിളിക്കാത്ത വിത്താണ്, അതെടുത്ത് മാറ്റിയാൽ മതി. നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരം അതെടുത്ത് കുറച്ച് മണ്ണിൽ നമ്മളത് നിരത്തി പാകി ഇടുക. പാകി ഇട്ട് കഴിഞ്ഞ് ഒരു 2 ദിവസം, പയറാണെങ്കിൽ 3-ാം ദിവസം ശരിക്കും മുള വരും, പാവലാണെങ്കിൽ ഒരാഴ്ച വരും, നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരാഴ്ച വരും. അങ്ങനെ നമ്മൾ വിത്തിട്ടാൽ ഒന്നും നഷ്ടപ്പെടത്തില്ല, എല്ലാ വിത്തും കിളിക്കും. നമ്മളിപ്പോൾ വിത്തിടുന്നത് വീടിനകത്ത് തന്നെ പാത്രത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ ചട്ടിയിലിട്ട് വെക്കണം. ആ ചട്ടി കിളിച്ച് മുള വന്ന ശേഷമേ നമ്മളെടുത്ത് പുറത്ത് വെക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പറമ്പ് മൊത്തം ഒന്ന് കിളച്ചിടണം. നമ്മൾ മൊത്തം കിളച്ചിടുന്ന വെച്ചാൽ ഭൂമിക്ക് ഒന്നാമതൊരു തണുപ്പ് കിട്ടും. പിന്നെ വേരോടാൻ ഏറ്റവും സൂപ്പറാണ് കിളച്ചിട്ടാൽ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അത് ഇങ്ങനെ മുരടിച്ച് പോലെ നിൽക്കും. ഇതാകുമ്പോൾ ഇളകിയ മണ്ണാകുമ്പോൾ നല്ല ഫ്രീ ആയിട്ടുണ്ടാകും. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചപ്പിട്ട് കൊടുത്ത് അങ്ങനെ ഫ്രീ ആയിട്ടുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ മൊത്തത്തിൽ കിളച്ചിടുന്നത്. അത് കഴിഞ്ഞ് അതിന് വരി നമ്മൾ ലെവലാക്കി എടുത്ത്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 1.5 അടി ഗ്യാപ്പിൽ നമ്മൾ ഒരു ചെറിയ കുഴിയെടുത്ത് മണ്ണും കട്ടയെല്ലാം പൊടിച്ച് തൈ നടണം. പിന്നെ ഇത് നട്ടതിന് ശേഷം ഇത് കുഴഞ്ഞ മണ്ണാണെങ്കിൽ നമുക്ക് ആ പ്രോട്ടീൻ മണ്ണ് മേടിച്ചിട്ട് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ തൽക്കാലം നമ്മളിതിനിപ്പം 2 ആഴ്ചത്തേക്ക് നമ്മളിതിന് വളമൊന്നും ചെയ്യുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞ് ബോൺ മീൽ, അതായത് എല്ലുപൊടി എന്ന് പറയും, അത് നമ്മൾ ഒരു ശകലം ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു വളം മാത്രം ചെയ്താൽ മതി. പിന്നെ നമുക്ക് തൽക്കാലം നമ്മൾ പന്തല വരുന്നവരെയും കാണുന്നവരെയും നമ്മളതിന് വളം ഇടേണ്ട ആവശ്യമില്ല. വരുന്ന സമയത്ത് പിന്നെ ഒരു എല്ലുപൊടി, അതായത് ബോൺ മീൽ തന്നെ ഒരു 10 ഗ്രാം ഇട്ടാൽ ഈ വർഷത്തെ ആ വളം ഇടൽ പിന്നെ വേണ്ട. തൈ നട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ചവറുകൾ, കരിയില അല്ലെങ്കിൽ പുല്ല് വെട്ടിയത് എന്തെങ്കിലുമൊക്കെ ഇട്ട് അങ്ങനെ ഒന്ന് തണുപ്പിക്കണം. അപ്പോൾ അത് ഈ ഉച്ചക്കത്തെ വെയിലിനൊക്കെ അതാകുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പ് കിട്ടും. വലിയ വെയിൽ കൊള്ളാതിരിക്കാൻ നമ്മളിതേപോലെ ചെറിയൊരു തണൽ കുത്തി കൊടുക്കുക. തണൽ എവിടെ നമ്മൾ വെയിൽ വരുന്നതനുസരിച്ച് ആ സൈഡിൽ നമ്മൾ ഇത് കുത്തി കൊടുക്കുക. പിന്നെ ഡോക്ടർ പറയുന്ന പോലെ 3 പ്രാവശ്യം വെള്ളം ഒഴിക്കണം. രാവിലെ, ഉച്ചയ്ക്കും വൈകുന്നേരവും വെള്ളം കുറേശ്ശെ ഒഴിക്കണം. ഒരു 4-5 ദിവസം അങ്ങനെ ഒഴിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഒരു നേരം ഒഴിച്ചാൽ മതി. നട്ടേൻ്റെ അന്ന് തന്നെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് വെള്ളം ഒഴിക്കുന്നത് പിന്നെ കുത്തി ഒഴിക്കരുത്. നമ്മൾ സ്പ്രേ ചെയ്യുന്ന പോലെ ഇങ്ങനെ വെള്ളം കറക്കേ ഒഴിക്കാൻ പാടുള്ളൂ. കുത്തി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെടി മറിഞ്ഞു പോകും. പിന്നെ അതല്ല, അത് ഒടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം കുറേശ്ശെ തളിച്ച് കൊടുത്താലും അത് ക്ലിയറായി കിട്ടും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ വർഷം നല്ല എല്ലാ പ്രാവശ്യവും അങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ വിത്തും മണ്ണെല്ലാം കിളച്ച് ക്ലിയറാക്കി നമ്മൾ ഇട്ട് കൊടുത്താൽ അതിൻ്റെ സമയാകുമ്പോൾ
അതിന് കുറച്ച് വളമോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പന്തലിട്ട് കൊടുത്ത് അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ ചെയ്യണം. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള സിമ്പിളായ ഒരു ചെറിയ കാര്യമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകളുമായി ഇനി എത്തുന്നതാണ്. ബായ്. നല്ല വേനലാണ് വരുന്നത്. നമുക്ക് വേണ്ടി മാത്രം പോരാ, ചെടികൾക്കും വെള്ളം ഒഴിക്കണം. അതേപോലെ നമ്മുടെ പറമ്പിൽ അവിടെയൊക്കെ വരുന്ന കിളികൾക്കും വെള്ളം വെക്കണം. അവ ഒന്ന് കുളിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ജനലിൽ കൂടെ നോക്കിയാൽ കാണാം. അത് സന്തോഷം വേറെയുണ്ട്.